ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുളിയിഞ്ചിൻ്റെ റെസിപ്പിയാണ്. ചിലർ പുളിങ്കറി എന്ന് പറയും, ചിലർ ഇഞ്ചിപ്പുളി എന്ന് പറയും. എല്ലാം സംഭവം ഒന്ന് തന്നെ. അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 ലെമൺ സൈസ് പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ആണി ശർക്കര, അതായത് ഒരു 75 ഗ്രാമോളം ഉണ്ടാവും, അത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഇത് ഏകദേശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ചുവന്ന മുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്ന സമയത്ത് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത പുളിവെള്ളം ഇനി നന്നായി തിളച്ച് വരണം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറുതായി ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇനി ഇതുകൂടെ ഈ പുളിവെള്ളത്തിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ശർക്കര മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. പിന്നെ അതുപോലെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ ഉപ്പൊക്കെ പാകമാണോ നോക്കാം. ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർക്കാം. പക്ഷേ ഇവിടെ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലും ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.